Canva free version ഉപയോഗിച്ച് എങ്ങനെ പുതിയൊരാൾക്ക് വീഡിയോകൾ, റിലീസുകൾ, ഫോട്ടോകൾ, ബുക്ക് കവർ എഡിറ്റ് ചെയ്യാം എന്ന് പഠിക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ Canva ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് നമ്മുടെ സാധാ വീഡിയോകൾ എഡിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് അതിലെ ടെസ്റ്റുകൾ, അതുപോലെ തന്നെ എഫക്റ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഇതിൽ ആഡ് ചെയ്യാം എന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കാം. അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തിട്ട് Canva എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. അതിൽ ഫസ്റ്റ് തന്നെ വരും Canva കമ്പനി, Canva സൂട്ട് ഫോർ എവരിയോൺ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അതിൽ നിങ്ങൾ ഫസ്റ്റ് ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ Canva'യുടെ ഇങ്ങനെ ഒരു ഫസ്റ്റ് പേജിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ ഞാൻ കുറേ പ്രൊജക്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇത് ഇവിടെ റീസെൻ്റ്ലി ഇവിടെ കാണിക്കുകയാണ്. ഇനി അതല്ല, നിങ്ങൾ പുതിയൊരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ഇവിടെ സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ Canva'യിൽ വരും. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് Canva ഉപയോഗിക്കാം, അതുപോലെ തന്നെ പേ ചെയ്തിട്ട് ഉപയോഗിക്കാം. ഇതിൽ അത്യാവശ്യം ഫീച്ചറുകളൊക്കെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഇനി സാധാരണക്കാർക്കാണ്. അറിയുന്ന ആളുകളാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക, വീഡിയോ ക്ലോസ് ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അറിയാത്ത ആളുകൾക്കുള്ള വീഡിയോസാണിത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓപ്പൺ ആയത് ചെയ്തതിന് ശേഷം നിങ്ങളിപ്പോൾ ഇൻസ്റ്റഗ്രാം റീലാണ് എഡിറ്റ് ചെയ്യണത്, അതല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ, അതല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും ആണെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യണത്, അല്ലെങ്കിൽ ടംബിൾസ് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ തന്നെ അതിൻ്റെ ടെംപ്ലേറ്റ്സുകൾ കാര്യങ്ങളൊക്കെ അതിൽ വരും. നിങ്ങൾക്ക് യൂട്യൂബ് ലോങ് വീഡിയോ, അതായത് യൂട്യൂബിൽ പിന്നെ 1 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ ആണ് നിങ്ങൾ നിർമ്മിക്കാൻ പോകുന്നതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, യൂട്യൂബ് എന്ന് അടിച്ചു കൊടുക്കുക. യൂട്യൂബ് ഇവിടെ സൈഡിൽ കാണാൻ കഴിയും, യൂട്യൂബ് എന്ന്. ഇവിടെ ഇതെല്ലാം റീൽസാണ്. ഇത് യൂട്യൂബ് തമ്പനെയിലിനില്ല, തമ്പനെയിലാണ്. അതുപോലെ തന്നെ ഇത് ഇൻസ്റ്റഗ്രാമിനുള്ളതാണ്, ഇത് ഫേസ്ബുക്കിനുള്ളതാണ്. പിന്നെ താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ വേറെ ഒരുപാട് ഫ്രെയിമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരുപാട് റീൽസിൻ്റെ ഫ്രെയിംസുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഇതാണ്. നമ്മൾ ഇവിടെ ഇൻസ്റ്റഗ്രാം ഉണ്ട് കേട്ടോ, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ ഒക്കെ ഇവിടെ ഉണ്ട്. ഞാനിവിടെ യൂട്യൂബ് എന്ന് കൊടുക്കണം. അപ്പോൾ യൂട്യൂബ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോ ഈ രണ്ടാമത്തെ ഇതാണ് സംഭവം. യൂട്യൂബ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണ രണ്ടാമത്തെ സംഭവം. ഇനി യൂട്യൂബ് ഷോർട്ടുകൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലാണ് ചെയ്യേണ്ടത്. വീഡിയോസിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ, ഫോട്ടോസ് അല്ല. ഓക്കെ. അപ്പോൾ ഇനി യൂട്യൂബിൻ്റെ ബാനറൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ യൂട്യൂബ് എടുക്കുകയാണ്. യൂട്യൂബ് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം യൂട്യൂബിൻ്റെ ആ ഒരു ഫ്രെയിം ഇവിടെ വരുന്നതാണ് ഗൈസ്. അപ്പോൾ ഏകദേശം ഇവിടെ ആ യൂട്യൂബിൻ്റെ ഫ്രെയിമുകൾ, അതിന് വേണ്ട ടെംപ്ലേറ്റ്സുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ കാണും. ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വീഡിയോയുടെ ഇൻട്രോയിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഫ്രീ ആയിട്ടുള്ളത് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഒരു പ്രീമിയത്തിൻ്റെ ഒരു ചിഹ്നം കാണാൻ കഴിയും. ഓരോ ടെംപ്ലേറ്റിലും ഒരു ഗോൾഡൻ പ്രീമിയത്തിൻ്റെ ചിഹ്നം, ചെറുത് ഒരു ലോഗോ, അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഡിയോ ഡൗൺലോഡ് ആവുള്ളൂ. ഇത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. നമുക്ക് പ്രീമിയം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ പ്രശ്നമില്ല. അപ്പോൾ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യാം. ഇനി അതല്ല, അതൊന്നും വേണ്ടാതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോസിനെ നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കും. അതിനായിട്ട് നമ്മളിവിടെ അപ്ലോഡ് എന്നുള്ള സെക്ഷനിൽ പോവുക. അപ്ലോഡ് സെക്ഷനിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അപ്ലോഡ് ഫയൽ എന്ന് കാണാൻ കഴിയും. അപ്ലോഡ് ഫയൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഗാലറിയിലേക്ക് പോകും. ഗാലറിയിൽ നിന്ന് നമ്മൾ ഇൻഷോട്ട് എന്നൊക്കെ എഡിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഗാലറിയിൽ നിന്ന് നമ്മുടെ വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് കൊണ്ടുവരിക. ഓക്കെ. സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഇവിടെ എത്തുന്നതാണ്, നമ്മുടെ Canva'യിൽ എത്തുന്നതാണ് ആ വീഡിയോസ്. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആ വീഡിയോസ് സെലക്ട് ചെയ്യാം. ഓക്കെ. ഞാനിവിടെ മുമ്പ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോസ് ഉണ്ട്, അത് ഞാൻ ഇതിലേക്ക് സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ഈ വീഡിയോ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടെ ഈ ഒരു 8 സെക്കൻഡ് ഉള്ള വീഡിയോ ഇവിടെ ഇതിലേക്ക് ആഡായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി ഇതിന് വേണ്ട ഓഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ
അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ വോയിസ് ഓവർ കൊടുക്കേണ്ട വോയിസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ നേരെ ഇതിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി പുതിയ കുറച്ചും കൂടി ലോങ് ആയിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ബട്ടൺ ഉണ്ട്, അത് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലോഡ് എന്ന് വരും. ആ അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നേരെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേറൊരു വീഡിയോസും കൂടി അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ഇതിൽ പ്രസ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നേരെ അപ്ലോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ഇതിൽ എന്താണ് അപ്ലോഡായി വരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ അപ്പോൾ 2 വീഡിയോസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഗൈസ് 2 വീഡിയോസ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ വീഡിയോസിൽ നിങ്ങൾക്ക് മറ്റേ ടൈറ്റിലും കാര്യങ്ങളും അതുപോലെ തന്നെ വേറെ ടെസ്റ്റോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഇനി വല്ല എലമെൻസോ ആഡ് ചെയ്യണമെങ്കിൽ എലമെൻസ് നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ നമുക്ക് ലൈക്ക് സബ്സ്ക്രൈബ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം മറന്നുപോയി ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഇതുപോലത്തെ വീഡിയോസുകളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സാധാരണ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കനും ഓൺ ആക്കിയിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. കൂടാതെ നമ്മൾ ഡിജിറ്റൽ വേൾഡ് ഓൺലൈൻ ജോബുകളാണ് ഈ ഒരു ചാനലിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ AI കുറിച്ചും AI നിന്ന് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് വീഡിയോ എഡിറ്റിംഗ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാം, ടെംപ്ലേറ്റുകൾ നിർമ്മിച്ച് ക്യാഷ് ഉണ്ടാക്കാം എന്നൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആമസോൺ, മീഷോ, ഫ്ലിപ്കാർട്ട് ഇതിലൊക്കെ നമുക്ക് എങ്ങനെ ഓൺലൈൻ സെയിൽ, അതുപോലെ തന്നെ ഡ്രോപ്പ് ഷിപ്പിംഗ് കാര്യങ്ങൾ ഒക്കെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഗൈസ് നമുക്കിവിടെ മുകളിൽ എലമെൻറ്റ്സ് സെർച്ച് ചെയ്യാൻ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് വെറുതെ ഒന്ന് കൊടുത്താൽ മതി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ തന്നെ വന്നിട്ടുണ്ടാവും. ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഒരുപാട് ലൈക്ക് ബട്ടൺസ്, ഷെയർ ബട്ടൺസിൻ്റെ ഒക്കെ എലമെൻറ്റ്സുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ ഗ്രാഫിക്സ് എന്നുള്ള ഉണ്ടാവും. അതിൽ നിങ്ങൾ സെലക്ട് ചെയ്താൽ മോർ ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും കുറേ സംഭവങ്ങൾ വരും. ഇതിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രീ ആയിട്ടുള്ളത് നിങ്ങൾ ഉപയോഗിക്കാം. ഇവിടെ കണ്ട, ഇവിടെ ഈ ഒരു ഇത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സാധാരണ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമുണ്ട്. ഇവിടെ ഞാൻ അതെടുക്കാൻ പോവാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാണ് ഞാൻ ഒന്നുകൂടി താഴത്തോട്ട് ഇതാണ് ഞാൻ സാധാരണ എടുക്കൽ. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്യണം. അത് ഫ്രീ ആണ് കേട്ടോ, ഇത് ഫ്രീ ആണ്. ഇനി ഇതിനെ നമുക്ക് ഷോർട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ജസ്റ്റ് വലിക്കുകയാണെങ്കിൽ ഷോർട്ടാവും. ഇനി ഇത് നമുക്ക് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ക്രോപ്പ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഞാൻ ക്രോപ്പ് ചെയ്തതിന് ജസ്റ്റ് ചെറുതാക്കുകയാണ്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, ഇത് കറക്റ്റ് വെച്ചതിന് ശേഷം ചെറുതാക്കി കൊണ്ടുവരുന്നത്. നിങ്ങളുടെ വീഡിയോയുടെ എവിടെയാണോ നിങ്ങൾക്ക് വേണ്ടത് അവിടേക്ക് ഇതിനെ നമുക്ക് മൂവ് ചെയ്യാൻ കഴിയുന്നതാണ്. അത് സാധാരണ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഞാനിത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാനിത് വെക്കുകയാണ്. ഈ ഭാഗത്തായിട്ട് ഞാൻ അത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു എഫക്റ്റ് കൊടുക്കണം. നമുക്ക് ഇതിൽ ഒരു ആനിമേഷനും കാര്യങ്ങളൊക്കെ ഇതിന് അപ്പോൾ ഒന്നുകൂടി വൃത്തിയാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആനിമേഷൻ കൊടുക്കണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെ വെച്ചാണ് ഇത് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്കൊന്നും ഇങ്ങോട്ട് ജസ്റ്റ് നമ്മൾ ഇതിനിങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഷോർട്ടാക്കിയിട്ട് നമ്മളിത് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ ഓക്കെ, നമ്മളത് ഇവിടെ ഉണ്ട് കേട്ടോ, കാണാൻ കഴിയുക ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിന് നമുക്കൊന്ന് ആനിമേഷൻ ചെയ്യാം. അതായത് മുകളിൽ ഇവിടെ ആനിമേഷൻ, പൊസിഷൻ, കളർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാണാൻ കഴിയും. അതുപോലെ തന്നെ അതിൽ നമുക്ക് ആനിമേഷൻ ക്ലിക്ക് ചെയ്യാം. ആനിമേഷൻ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ, നിങ്ങൾക്കിത് ആനിമേഷൻ ആകണം കണ്ടോ. അതുപോലെ തന്നെ ഈ സംഭവം ടെസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ആനിമേഷൻ ചെയ്യാം. ഏത് ആനിമേഷൻ നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. ഇതൊക്കെ ഫ്രീ ആണ്, ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ആനിമേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ആനിമേഷൻ ഞാൻ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പോകും ഗൈസ്. അപ്പോൾ ഞാനത് യൂസ് ചെയ്തു. അപ്പോൾ ഇനി എങ്ങനെയാണ് അത് വരുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയോ. ഓക്കെ, ഓക്കെ. അപ്പോൾ ഞാനത് പ്ലേ ചെയ്യാൻ പോവാണ്. നമ്മുടെ വീഡിയോസ് കറക്റ്റ് ആയിട്ടാണ് ആനിമേഷൻ ഗൈസ്. അത്രേ ഉള്ളൂ. അങ്ങനെയാണ് നമുക്ക് ആനിമേഷൻ എഡിറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് ടെക്സ്റ്റുകൾ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാൻ നമ്മൾ ടെക്സ്റ്റിലേക്ക് പോകണം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ടെക്സ്റ്റ്, അപ്ലോഡ്, ടൂൾസ് എന്നൊക്കെ പറയും. ഈ ടെക്സ്റ്റിൽ പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ബോണ്ടായിട്ട് സെലക്ട് ചെയ്യാം വേണമെങ്കിൽ, അതല്ലെങ്കിൽ അതിൻ്റെ ചെറുത് വേണമെങ്കിൽ ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം.
എന്നോട് ബോണ്ടായിട്ടുള്ളതാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കണേ. ഇവിടെ ബോണ്ടായിട്ടുള്ളതിനെ സെലക്ട് ചെയ്യാണ്. അപ്പോൾ അതിവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ടെസ്റ്റ് കൊടുക്കുക. എന്താണ് നമുക്ക് ടെസ്റ്റ് കൊടുക്കേണ്ടത്? കമ്മിങ് സൂണോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം അതിൽ കൊടുക്കുക. ആ ടെസ്റ്റിൻ്റെ കളറ് നമുക്ക് എന്ത് ചെയ്യണം മാറ്റി കൊടുക്കാം. ടെസ്റ്റ് കളറ് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ കളർ ഈ ഒരു സ്പെല്ലിങ്ങിൻ്റെ താഴത്ത് കളേഴ്സ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം കളേഴ്സ് എടുക്കാവുന്നതാണ്. ടെക്സ്റ്റ് കളർ നമുക്ക് ഏത് കളറും നമുക്ക് എന്ത് ചെയ്യാം മാറ്റി കൊടുക്കാം. ചുവപ്പാക്കണമെങ്കിൽ ചുവപ്പാക്കി കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം കളേഴ്സ് ഇവിടുന്ന് മാറ്റി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ കളറ് ഇതിൻ്റെ കളറ് ഞാൻ മാറ്റിയാണ്. ഇതിൻ്റെ കളറ് ഞാൻ ഏകദേശം ഒരു ചുവപ്പ് കളർ ഇടാൻ പോകും. ചുവപ്പ് കളറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ടെസ്റ്റിൻ്റെ കളർ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഗേസ്. അതിൽ നമുക്ക് വേണ്ടാത്ത ടെസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ ഡിലീറ്റ് ചെയ്ത് കളർ. അപ്പോൾ ഇതിന് നമുക്ക് ഏത് കളർ വേണമെങ്കിൽ കൊടുക്കും. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് സംഭവം ഇതിൽ നമുക്ക് കുറച്ച് ഇങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണിച്ചു. അതിൽ കൂടുതലായിട്ട് ഇത് തെളിഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനും അവിടെ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അവിടെ നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫോണ്ട് സൈസ് നമുക്ക് മാറ്റി കൊടുക്കാം. അതിൻ്റെ ഇവിടെ ക്യാൻവാസ് സെൽസ് കാണാം. ഇവിടെ ഒരുപാട് ഫോണ്ടുകൾ വന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് നമുക്ക് ഇതിന് തിരഞ്ഞെടുക്കാം. ഞാനിതിലെപ്പോഴും തിരഞ്ഞെടുക്കൽ ഈ ഒരു ടൈപ്പാണ്. ഇവിടെ കാണാൻ കഴിയും ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള ഈ ഒരു ടൈപ്പാണ് ഞാൻ സെലക്ട് ചെയ്യൽ. ഇനി അതല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ സെലക്ട് ചെയ്യാം. അതിന് വേണ്ട ഓപ്ഷനും കാര്യങ്ങളും ഒരുപാട് ഇവിടെ ഉണ്ട്. നമുക്ക് സാധാ നോർമൽ ഒരു ടെസ്റ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൽ കൊടുക്കാം. അതല്ല ഇപ്പോൾ ഒന്നുകൂടി ഷാർക്കായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് അങ്ങനെ ഷാർക്ക് ഒന്നുകൂടി വലിയ ബോണ്ടിങ്ങിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഗൈസ് അങ്ങനെയാണ് ടെസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിച്ചു. ക്യാൻവയിൽ എങ്ങനെ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് പഠിച്ചു. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് പിന്നെ ഫോട്ടോസിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ബാക്ക് പോയിട്ട് ഇനി ഇതിൽ നമുക്ക് പഠിക്കേണ്ടത് ഇനി ഇവിടെ ഓഡിയോ ആണെങ്കിൽ കൊടുക്കാം. പിന്നെ മാജിക് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അതൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മാജിക്കൽ ബ്രഷ് നമുക്കിവിടെ എന്തും സെർച്ച് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. AI ആണ് ഇത്, AI സ്റ്റൈലാണ്. നമുക്കിവിടെ പുതിയ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഗ്രാഫിക്സ് ഒക്കെ വേണമെങ്കിൽ 3D ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ വീഡിയോസിന് ഒന്നുകൂടി മുൻചാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്താ വേണ്ടത് വെച്ചാൽ അത് എഴുതി കൊടുത്താൽ മതി. അങ്ങോട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് സെറ്റപ്പ് ആക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട് കേസ്. ഓക്കെ, അപ്പോൾ ഇവിടെ അത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളെ വീഡിയോ നിങ്ങൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്യും. ഇനി നമുക്കിവിടെ നമുക്ക് ഒരു ടെംപ്ലേറ്റ് കസ്റ്റംസ് ആയിട്ടൊരു ടെംപ്ലേറ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അത് കസ്റ്റം സൈസ് ഇവിടെ കൊടുക്കുക. ഇവിടെ ഈ കസ്റ്റം സൈസ് എന്നുള്ള ഭാഗത്ത് നമ്മൾ കൊടുത്തിട്ട് ഇവിടെ എത്രയാണ് നമ്മുടെ പിന്നെ സൈസ് വേണ്ടത് വെച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. 8.11 6.9 പല അളവും ഇവിടെ ഉണ്ട്. അത് നമുക്ക് ഇഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഫോട്ടോസിൻ്റെ ടെംപ്ലേറ്റ് മാറ്റാം. യൂട്യൂബ് ബാനർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 6.9 സെലക്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്താണ് ആവുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊരു 4 ഫ്രെയിം ഇവിടെ വന്നിട്ടുണ്ട്. ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രെയിമിൽ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ് പിന്നെ നമുക്ക് ഗാലറിയിൽ നിന്ന് അപ്ലോഡ് ചെയ്യുക. ഗാലറിയിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസും വീഡിയോസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഈ ഒരു ഫോട്ടോസിനെ നമുക്ക് എന്ത് ചെയ്യാം അടിപൊളിയായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇനിയിപ്പോൾ നമുക്കൊരു ബുക്കിൻ്റെ കവറാണ് നമുക്ക് വേണ്ടത് വെച്ചാൽ നമുക്കത് ഇതിലേക്ക് സെറ്റപ്പ് ചെയ്യാം. അപ്ലോഡ് ചെയ്ത് ഏത് സംഭവമാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ് ഗൈസ്. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു കളർ ബുക്ക് എൻ്റെ ഇത് ഞാനുണ്ട് കുട്ടികളെ കളർ ബുക്ക് അതിവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് 2 മിനിറ്റ് യെസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം കളർ ബുക്കിൻ്റെ ആ ഒരു ഫ്രെയിമിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. ഞങ്ങൾക്ക് അളവും കാര്യങ്ങളൊക്കെ അത് അവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഇതിങ്ങനെ ഒരു ആക്ച്വലി നമുക്ക് ഇതിൻ്റെ അളവും കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഫ്രെയിം നിർമ്മിക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ് അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ ഷെയർ എന്ന് കൊടുക്കുക. ഷെയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് എന്നുണ്ടാവും. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി PNG ആയിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഗാലറിയിലേക്ക് നേരെ ഈ ഒരു ഫോട്ടോസ് ഡൗൺലോഡ് ആവുന്നതാണ്. അങ്ങനെ നമ്മൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യുക ഇവിടെ ഈ ഒരു ഫോട്ടോസിനെ നമുക്ക് എഡിറ്റ് ചെയ്യാം.
നമുക്കിത് എത്ര വേണമെങ്കിലും നമുക്ക് വലുതാക്കി കൊണ്ടുവരാം, അതുപോലെ തന്നെ ചെറുതാക്കി കൊണ്ടുവരാം. ഇനി അതല്ല ഒറ്റയടിക്ക് ഈ ഫ്രെയിമിൽ സൂട്ടാവണമെന്ന് ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് സെറ്റ് ഇമേജ് ആസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ആ ഒരു ഫ്രെയിമിലേക്ക് ഒരു ഫോട്ടോസ് ആഡ് ആവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ ഇനി കൂടുതൽ പേജുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നെക്സ്റ്റ് പേജ് എന്ന് കൊടുത്താൽ മതി. നെക്സ്റ്റ് പേജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ പേജ് വരും. ഓക്കെ, ഇനി അതല്ല നമുക്ക് ഒരുപാട് പേജുകളാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഒരു 100 പേജൊക്കെ വേണമെന്ന് ഉണ്ട്. ഇപ്പോൾ ഒരു നോട്ട് ബുക്കൊക്കെ എഡിറ്റ് ചെയ്യാൻ ടൈമായിട്ട്, അതല്ലെങ്കിൽ സ്റ്റോറി ബുക്കൊക്കെ എഡിറ്റ് ചെയ്യാൻ ടൈമിൽ നമുക്ക് ഇതുപോലത്തെ ഒരുപാട് പേജുകളാണ് നമുക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഫ്രെയിമിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം Ctrl+D കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിൻ്റെ പുതിയൊരു പേജും കൂടി രണ്ടാമത്തെ അതേ പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഒന്നുകൂടി കൊടുത്ത് Ctrl+D കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാമത് അതേ പേജ് കോപ്പി ആയിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ഇതേ പേജ് 3 എണ്ണം നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ 100, 200, 500 ഒക്കെ ഫോട്ടോസ് വേണമെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാം, പേജ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിലേക്ക് നമുക്ക് വീഡിയോ, ഓഡിയോ, ഇനി നമുക്ക് ഏതെങ്കിലും ഫ്രെയിമുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യുക. നമുക്കിവിടെ ബുക്കിൻ്റെ ഫ്രെയിമുകൾ നമുക്കുണ്ടെങ്കിൽ ആമസോൺ KDPൻ്റെ ബുക്കുകളുടെ സൈസ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇനി ഏതെങ്കിലും ഫോൾഡറിലെ ഫയലുകൾ നമുക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും അപ്ലോഡ് ചെയ്യാനുള്ള സിസ്റ്റം. അപ്പോൾ ക്യാൻവയെ കുറിച്ച് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.